ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു എഡ്ഫിൽ ലേണിംഗ്. LP UP എക്സാമുകളിൽ ഫിസിക്സിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അധികം വൈകിക്കാതെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 12 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തു ഒരു സെക്കൻഡിൽ 2 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ആ വസ്തുവിന്റെ മൊമെന്റം എത്ര? 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 2 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു. ആ വസ്തുവിന്റെ മൊമെന്റം എത്ര? കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തു. മൊമെന്റം അല്ലെങ്കിൽ ആക്കം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P = m×v ആണ്. m എന്ന് പറയുന്നത് മാസ് ആണ്, v എന്ന് പറയുന്നത് പ്രവേഗമാണ്. സോ മാസ് ഇൻറ്റു പ്രവേഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്കം കിട്ടും, പി അല്ലെങ്കിൽ മൊമെന്റം കിട്ടും. സോ P = പിണ്ഡം അല്ലെങ്കിൽ മാസ് തന്നിട്ടുണ്ട്. ഇപ്പൊ പിണ്ഡം എന്ന് പറയാറില്ല. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ മാസ് എന്ന് തന്നെയാണ് ഉപയോഗിക്കാറ്, പിണ്ഡം എന്ന് ഉപയോഗിച്ച് വരാറില്ല. സോ ഓർത്ത് വെക്കുക, പിണ്ഡം എന്ന് പറയുന്നത് മാസാണ്. സോ 12 കിലോഗ്രാം ആണ് ഇയാളുടെ മാസ് എന്ന് തന്നിട്ടുണ്ട്. സോ മാസ് 12, പ്രവേഗം തന്നു എത്രയാ? 2 മീറ്റർ പെർ സെക്കൻഡ്. 12 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. എന്താ യൂണിറ്റ് വരിക? മൊമെന്റം അല്ലെങ്കിൽ ആക്കത്തിന്റെ യൂണിറ്റ് എന്താ? മാസ് ഇൻറ്റു പ്രവേഗമാണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. സോ ഇവിടെ ആക്കത്തിന്റെ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 24 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓർത്ത് വെക്കുക കേട്ടോ. സോ ഇവിടെ കിട്ടി മൊമെന്റം 24 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. റെഡിയല്ലേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാറ്റഴിച്ചു വിട്ട ബലൂണിൽ കാറ്റ് പോകുന്നതിന്റെ എതിർ ദിശയിലേക്ക് കുതിക്കുന്നു. ഈ ചലനത്തിനെ എന്താണ് വ്യാഖ്യാനിക്കുന്നത്? നമുക്കറിയാം, ഒരു ബലൂണിനകത്ത് നമ്മൾ കാറ്റ് നിറച്ചിരിക്കുന്ന ഒരു ബലൂണിൻ്റെ അകത്ത് ഇവിടെ ഈ കെട്ടഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കാറ്റ് പുറത്തോട്ടേക്ക് വരും. സോ കാറ്റ് ഏത് ദിശയിലാണ് പോകുന്നത്? ഈ ദിശയിലേക്കാ ബലൂണ് സഞ്ചരിക്കുന്നത്. ബലൂൺ സഞ്ചരിക്കുന്നത് എതിർ ദിശയിലേക്കായിരിക്കും. നോക്കണേ. സോ കാറ്റഴിച്ചു വിട്ട ബലൂണിന്റെ കാറ്റ് പോകുന്നതിന്റെ എതിർ ദിശയിലേക്ക് കുതിക്കുന്നു. ഈ ചലനത്തിന് എന്താണ് വ്യാഖ്യാനിക്കുന്നത്? ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്, അധികം വിശദീകരിക്കേണ്ടതില്ല. ന്യൂട്ടന്റെ 3-ാം ചലന നിയമം അനുസരിച്ച് ന്യൂട്ടന്റെ 3-ാം ചലന നിയമമാണെന്ന് നമുക്കറിയാം അല്ലെ. ന്യൂട്ടന്റെ 3-ാം ചലന നിയമം എന്താ? ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ ഇവിടെ ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം നടക്കുന്നത് ഈ ദിശയിലാണ്. സോ ഇവിടെ പ്രവർത്തനത്തിന്റെ എതിർ ദിശയിൽ തുല്യമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. എന്താ ഉണ്ടാവുക? പ്രതിപ്രവർത്തനം ഉണ്ടാകും. ഇത് നമ്മൾ എന്ത് വെച്ചാണ് വ്യാഖ്യാനിക്കുന്നത്? നമ്മൾ ന്യൂട്ടന്റെ 3-ാം ചലന നിയമം അനുസരിച്ച് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. എളുപ്പമുള്ള ചോദ്യമല്ലേ? ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം. ബോട്ടിലേക്ക് കയറുന്ന സമയത്ത്, തോണിയിലേക്ക് കയറുന്ന സമയത്ത് എന്താ? തോണിയിൽ നിന്നും പുറത്തേക്ക് കരയിലേക്ക് കയറുന്ന സമയത്ത് തോണി നീങ്ങിപ്പോകുന്നതും ഒക്കെ എന്താണ്? ന്യൂട്ടന്റെ 3-ാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് അറിയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: നക്ഷത്രത്തിലേക്കുള്ള ദൂരത്തിന്റെ യൂണിറ്റ് എന്താണ്? നക്ഷത്രത്തിലേക്കുള്ള ദൂരത്തിന്റെ യൂണിറ്റ് ഏതാ? വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. മെഗാമീറ്റർ ആണോ? അല്ല. ജിഗാമീറ്റർ ആണോ? പ്രകാശവർഷമാണോ? ഗാൽവനോമീറ്റർ ആണോ? ഗാൽവനോമീറ്റർ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഡിവൈസാ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നക്ഷത്രത്തിലേക്കുള്ള ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. സോ ഓർത്ത് വെക്കാം, അത് പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ ആണ്. എന്താ? പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്ന് നമ്മൾ വിളിക്കും. എന്താ ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പ്രകാശവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈറ്റ് ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് നമ്മൾ പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. പ്രകാശം ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് നമ്മൾ പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ഒരു ലൈറ്റ് ഇയർ അല്ലെങ്കിൽ LY എന്ന് പറയുന്നത് 9.461 into 10⁻14 മീറ്റർ ആണ്. എത്രയാ? 9.461 into 10⁻14 മീറ്റർ ആണ് എന്നോർത്ത് വെക്കാം. ക്ലിയർ അല്ലേ? ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ലൈറ്റ് ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ലൈറ്റിന്റെ വേഗത നമുക്കറിയാം. C = 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ അയാൾ
3 × 10⁸ മീറ്റർ സഞ്ചരിക്കും. ചോദ്യം എന്താ? ഒരു വർഷം കൊണ്ട് എത്ര സഞ്ചരിക്കുന്ന? ഒരു വർഷം കൊണ്ട് 9.461 × 10⁻14 മീറ്റർ ആണ് സഞ്ചരിക്കുക. ക്ലിയർ അല്ലേ? ഓർത്ത് വെക്കുക, ഇത് ശൂന്യതയിലൂടെ വാക്വത്തിലൂടെയുള്ള ലൈറ്റിന്റെ സഞ്ചരിക്കുന്ന ദൂരമാണ്. ഓക്കെ ആണോ? പ്രകാശവർഷം. ക്ലിയർ അല്ലേ? ഇതേപോലെ വേറെയും പല ദൂരത്തിനുള്ള യൂണിറ്റുകൾ ഉണ്ട്. എന്തൊക്കെയാ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU, അതേപോലെ തന്നെ ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാർസെക്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. ഓർത്ത് വെക്കുക, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാർസെക്. ഒക്കെ വലിയ ദൂരത്തിന്റെ, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ദൂരത്തിന്റെ വലിയൊരു അളവാണ്, യൂണിറ്റ് ആണെന്ത്? പാർസെക് എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളിലേക്കും മറ്റ് ഗാലക്സികളിലേക്കും ഒക്കെ ഉള്ള ദൂരത്തിനെ നമ്മൾ പാർസെക് കൊണ്ടാണ് പൊതുവെ ഡിഫൈൻ ചെയ്ത് വെക്കാറ്. നക്ഷത്രത്തിലേക്കുള്ള ദൂരത്തിന്റെ അളവ് പൊതുവെ എടുക്കുന്ന യൂണിറ്റ് ഏതാ? അത് പ്രകാശ വർഷമാണ്. അത് 9.461 × 10⁻14 മീറ്റർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് എന്താവശ്യമില്ല? നോക്കണേ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിന് നേർരേഖ സമചലനത്തിൽ സഞ്ചരിക്കണമെങ്കിൽ ഒരു ബലത്തിന്റെ ആവശ്യമില്ല. ഏത് ബലത്തിന്റെ ആവശ്യമില്ല? അത് അസന്തുലിത ബാഹ്യബലമാണോ, അല്ലെങ്കിൽ സന്തുലിത ബാഹ്യബലമാണോ, അല്ലെങ്കിൽ അസന്തുലിത ആന്തരിക ബലമാണോ, അല്ലെങ്കിൽ സന്തുലിത ആന്തരിക ബലമാണോ? ഓർത്തു വെക്കാം, ഒരു വസ്തുവിനെ റസ്റ്റിലുള്ള അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ സമചലനത്തിലോ, നേർരേഖയിലെ സമചലനത്തിലോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലോ ഉള്ള ഒരു വസ്തുവിനെ ചലനത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാനോ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്? നമ്മളൊരു ബലം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ബലം എന്ന് പറയുന്നത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് ആന്തരിക ബലമാകരുത്. എന്താകരുത്? ആന്തരിക ബലമാകരുത്. അതെപ്പോഴും ഒരു ബാഹ്യബലമായിരിക്കണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം. സോ ഓർത്തു വെക്കാം, ആ ബലം എന്ന് പറയുന്നത് ബാഹ്യബലമായിരിക്കണം. എന്താ പറഞ്ഞത്? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ സമചലനത്തിൽ നേർരേഖയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാനോ നമ്മൾ കൊടുക്കേണ്ട ബാഹ്യബലമായിരിക്കണം. എന്താ? എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം. മാത്രമല്ല അതൊരു അസന്തുലിത ബാഹ്യബലമായിരിക്കണം. എന്താ? ഒരു അസന്തുലിത ബാഹ്യബലമായിരിക്കണം. ക്ലിയർ അല്ലേ? സോ ഓർത്ത് വെക്കാം, ഒരു വസ്തുവിനെ റസ്റ്റിലുള്ള നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലനത്തിലേക്ക് കൊണ്ടുവരാനോ ചലനത്തിലുള്ള ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്കോ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താ? അത് അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യബലമാണ്. സോ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് എന്താ ഇതിന്റെ ആവശ്യമില്ല? ഇതിന്റെ ആവശ്യമുണ്ടോ? അതേ അവസ്ഥയിൽ തുടർന്ന ഒരാൾക്ക് ബാഹ്യബലത്തിന്റെ ആവശ്യമുണ്ടോ? അസന്തുലിത ബാഹ്യബലത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് അസന്തുലിത ബാഹ്യബലം. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? നോക്കണേ, ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണ്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലനത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ സമചലനത്തിലുള്ള നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാനോ പൊതുവെ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ ഒരു അസന്തുലിത ബാഹ്യബലം കൊടുക്കണം. അല്ലാതെ ചലിച്ചുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? അസന്തുലിത ബാഹ്യബലം കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കെപ്ലറിന്റെ പ്ലാനറ്ററി മോഷൻ അല്ലെ? കെപ്ലറാണ് ശാസ്ത്രജ്ഞൻ. ആരാ ശാസ്ത്രജ്ഞൻ? കെപ്ലറാണ്. കെപ്ലറിന്റെ പ്ലാനറ്ററി മോഷൻ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാ? അത് കെപ്ലർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൈദ്യുതിയുടെ സാന്നിധ്യവും പ്രവാഹ ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുതിയുടെ സാന്നിധ്യവും അതേപോലെ തന്നെ പ്രവാഹ ദിശയും അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഉപകരണം ഏതാണ്? സോളിനോയിഡ് ആണോ, അല്ലെങ്കിൽ ഗാൽവനോസ്കോപ്പ് ആണോ, അല്ലെങ്കിൽ കെൽവിൻ സ്കെയിൽ ആണോ? ഗാൽവിൻ അല്ല, കെൽവിൻ സ്കെയിൽ ആണോ, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് സ്കെയിൽ ആണോ? എന്താ ഉത്തരം വരിക? നമുക്കറിയാം കെൽവിൻ സ്കെയിലും ആബ്സല്യൂട്ട് സ്കെയിലും ഒക്കെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്കെയിലുകളാണ്.
അപ്പൊ അതാണോ ഉത്തരം? അല്ല. അപ്പൊ അത് രണ്ടും അല്ല ഉത്തരം. പിന്നെ ഒന്ന് സോളിനോയിഡ് ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. എന്താ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ? കമ്പി ചുരുളുകളെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത് അല്ലെ. കമ്പികൾ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഒരു സിലിണ്ടറിക്കൽ ആകൃതിയിൽ ചുരുട്ടുന്നതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. സോ സോളിനോയിഡും അല്ല. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഗാൽവാനോസ്കോപ്പ്. എന്താ? ഗാൽവാനോസ്കോപ്പ്. വൈദ്യുതിയുടെ പ്രസൻസും അതേപോലെ തന്നെ ഡയറക്ഷനും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, സാന്നിധ്യവും പ്രവാഹത്തിന്റെ ഒഴുകുന്നതിന്റെ ദിശയും അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗാൽവാനോസ്കോപ്പ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതാ അടുത്ത ചോദ്യം. ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? റെസിസ്റ്റിവിറ്റി കൂടുകയാണോ? റെസിസ്റ്റിവിറ്റി കുറയുകയാണോ? മാറ്റമില്ല. നാലാമത്തെ ഓപ്ഷൻ കൂടുന്നു പിന്നെ കുറയുന്നു. എന്താ ഉത്തരം വരിക? നമുക്കറിയാം ഒരു ചാലകത്തിന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. എന്താ ഇക്വേഷൻ? R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ളതാണ്. എന്താ ആർ എന്ന് പറഞ്ഞാല്? ആർ എന്ന് പറഞ്ഞാൽ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസാ. എന്താ റോ എന്ന് പറഞ്ഞാല്? റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. എന്താണ്? റെസിസ്റ്റിവിറ്റി ആണ്. എൽ എന്ന് പറയുന്നത് എടുത്തിരിക്കുന്ന ചാലകത്തിന്റെ നീളമാണ് അല്ലെ. എൽ എന്ന് പറയുന്നത് എടുത്തിരിക്കുന്ന ചാലകത്തിന്റെ നീളമാണ്. എ എന്ന് പറയുന്നത് ചാലകത്തിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് അല്ലെ. ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. ഇവിടെ ചോദ്യം അതൊന്നുമല്ല. ചോദ്യം എന്താണ്? ഒരു ചാലകത്തിന്റെ നീളം കൂട്ടുകയാണെങ്കിൽ അയാളുടെ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് മാറ്റം ഉണ്ടാകും? ഓർത്ത് വെക്കുക, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. എന്താ? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവത്തിനനുസരിച്ച് എന്ത് മാറും? റെസിസ്റ്റിവിറ്റി മാറും. ഇപ്പോ നമ്മൾ എടുക്കുന്ന സ്വർണത്തിന്റെ റെസിസ്റ്റിവിറ്റി ആയിരിക്കില്ല വെള്ളിക്ക് ഉണ്ടാവുക. വെള്ളിയുടെ റെസിസ്റ്റിവിറ്റി ആയിരിക്കില്ല കോപ്പറിന് ഉണ്ടാവുക. കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി ആയിരിക്കില്ല അലൂമിനിയത്തിന് ഉണ്ടാവുക. സോ ഓർത്ത് വെക്കാം, നമ്മൾ നീളം മാറ്റിയത് കൊണ്ടോ, ഒരു ചാലകത്തിന്റെ നീളം മാറ്റിയത് കൊണ്ടോ, അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ മാറ്റിയത് കൊണ്ടോ അയാളുടെ റെസിസ്റ്റിവിറ്റി മാറില്ല. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ വസ്തുവിനും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓരോ വസ്തുവിനും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് മാറില്ല എന്ന് ഓർത്ത് വെക്കാം. സോ റെസിസ്റ്റിവിറ്റിക്ക് എന്തില്ല? മാറ്റമില്ല. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താ ചോദ്യം? H is equal to I square RT. ഈ ഇത് ഏത് നിയമത്തെ സൂചിപ്പിക്കുന്നു നോക്കണേ. H is equal to I square RT. ഏതാ നിയമം? നമുക്കറിയാം, ഒരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൽ താപോർജം ഉണ്ടാകുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന താപം കണ്ടുപിടിക്കുക, താപോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് H is equal to I square RT. ഇത് ഏത് നിയമത്തെ സൂചിപ്പിക്കുന്നു? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ അത്? ജൂൾ നിയമമാണ് അല്ലെ. സോ ജൂൾ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ് H is equal to I square RT. എന്താ ഇക്വേഷൻ? H is equal to I square RT. H എന്ന് പറയുന്നത് താപം അല്ലെങ്കിൽ ഹീറ്റ് ആണ്. I എന്ന് പറയുന്നത് കറണ്ട് ആണ്. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധമാണ്. T എന്ന് പറയുന്നത് ആ ചാലകത്തിലൂടെ, കണ്ടക്ടറിലൂടെ വൈദ്യുതി കടത്തിവിട്ട സമയമാണ്. ക്ലിയർ ആണോ? H is equal to I square RT. I is equal to V by R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് H is equal to I square RT മാറ്റി എഴുതാം. V square by R square into R into T, that is equal to V square by R into T എന്ന് മാറ്റി എഴുതാം. ക്ലിയർ ആണോ? സോ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയും മാറ്റി എഴുതാം. ഇനി ഈ ആറിനെ മാറ്റുകയാണെങ്കിലോ നോക്കണേ, H is equal to I square RT എന്ന് പറയുന്ന ഇക്വേഷനിൽ ആറിനെ ഞാൻ മാറ്റി എഴുതുകയാണ്. എന്താ മാറ്റി എഴുതുന്നത്? R is equal to V by I എന്ന് കൊടുത്തു. that is I square into V by I into T. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കിട്ടി H is equal to IVT എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി. സോ H is equal to IVT എന്ന് പറഞ്ഞാലും, H is equal to V square by R into T എന്ന് പറഞ്ഞാലും, H is equal to I square RT എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ജൂൾ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനുകളാണ്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ മാറ്റി എഴുതണോ? H is equal to I square RT, H is equal to V square by R into T, H is equal to IVT. ഇത് മൂന്നും
ജൂൾസ് നിയമവുമായി ബന്ധപ്പെട്ട ഇക്വേഷനുകളാണ്. സോ നമുക്ക് എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് ഈ ഇക്വേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ജൂൾസ് നിയമം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെഡി? ഇതിൽ ഓംസ് നിയമം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓമിന്റെ നിയമം എന്താ? വി ഈസ് ഈക്വൽ ടു ഐ ആർ. വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ളതാണ് എന്ത്? ഓംസ് നിയമം. ഓംസ് നിയമം, ഓമിന്റെ നിയമം, ഓംസ് ലോ. ഇനി ഇവിടെ പാസ്കൽസ് ലോ തന്നിട്ടുണ്ട്. എന്താ പാസ്കൽസ് ലോ? പാസ്കൽസ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ്, അങ്ങനെ ഒരുപാട് ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പാസ്കൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ പാസ്കൽസ് ലോ പറയുന്നത്? ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മൾ ഒരു പ്രഷർ മർദ്ദം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പോയിന്റിലേക്കും അത് തുല്യമായിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക എന്നാണ് നമ്മൾ പാസ്കൽസ് ലോയിൽ പഠിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും നമുക്കറിയാം. ഇവിടെ ചോദിച്ചത് H is equal to I square RT ആണത്. ജൂളിന്റെ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? ഈ 3 ഇക്വേഷൻ കൂടെ ഓർത്തു വെക്കാം. ക്ലിയർ ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ആരാണ്? മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത്. LP സ്കൂൾ അസിസ്റ്റന്റ് 2010 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദ്യം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് 50 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള വൈദ്യുതിയാണ്. സോ ഓർത്ത് വെക്കുക, 220 to 230 വോൾട്ടേജ് ഉള്ള 50 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള വൈദ്യുതിയാണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത്. അതിനെ ഹൗസ് ഹോൾഡ് AC എന്ന് പറയും. എന്താ പറയാ? വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് ഹൗസ് ഹോൾഡ് AC. ഹൗസ് ഹോൾഡ് AC എന്നും വിളിക്കാറുണ്ട്. ഹൗസ് ഹോൾഡ് AC വോൾട്ടേജ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെക്കണം 220 മുതൽ 230 വോൾട്ടേജ് ഉള്ള 50 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള വൈദ്യുതിയാണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് നമ്മൾ വീടുകളിൽ ഉപയോഗപ്പെടുത്തുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 50 ഹെർട്സ്. ഓക്കെ ആണോ? റെഡി. അടുത്ത ചോദ്യം: സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം എന്ത്? എന്താ സോളാർ സെല്ലിൽ നടക്കുന്നത്? സോളാർ സെല്ലിൽ നടക്കുന്നത് സോളാർ എനർജി എന്ന് പറയുന്നത്, സൗരോർജം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുത ഊർജമാക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. എന്താ സംഭവിക്കുന്നത് നോക്കണേ. സൗരോർജം വൈദ്യുതോർജമാക്കി മാറ്റുകയാണ്, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. ക്ലിയർ അല്ലേ? സോ സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു, സൗരോർജം വൈദ്യുതോർജമാക്കി മാറ്റുകയാണ് സോളാർ സെല്ലിൽ സംഭവിക്കുന്നത്. സോ ഈ സോളാർ സെല്ലിൽ നടക്കുന്നത് ഈ ഊർജ മാറ്റത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാ പ്രതിഭാസം? ഫോട്ടോ വോൾട്ടായിക് പ്രഭാവമാണ്. ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടായിക് പ്രഭാവമാണ്. എന്താ ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എനർജി അല്ലെങ്കിൽ സോളാർ എനർജി വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇഫക്റ്റിനെ നമ്മൾ പേരിട്ട് വിളിച്ചു ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ക്ലിയർ ആണോ? ഇനി മറ്റു ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. എന്താ റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? AC-യെ DC ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുന്നതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കാറുണ്ട്. എന്താ ടിൻറ്റൽ പ്രഭാവം അല്ലെങ്കിൽ ടിൻറ്റൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടിൻറ്റൽ എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? യെസ്, നോക്കണേ. ടിൻറ്റൽ എഫക്റ്റ് എന്താ? ഈ ടിൻറ്റൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രകാശം ഒരു കൊളോയിഡൽ സൊല്യൂഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെയുള്ള കണികളുമായിട്ടൊക്കെ കൂട്ടിമുട്ടി അവിടെ പ്രകാശത്തിന്റെ പാത നമുക്ക് വ്യക്തമാകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ ടിൻറ്റൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെ? രാവിലെ പ്രഭാതത്തിൽ എണീറ്റ് നിൽക്കുന്ന സമയത്ത് മഞ്ഞു മൂടിയ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പ്രകാശത്തിന്റെ പാത കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്താ കാരണം? ഒരു കൊളോയിഡൽ സൊല്യൂഷൻ പോലെ അവിടെയുള്ള ചെറിയ കണികകളിലൊക്കെ പ്രകാശം തട്ടി പ്രകാശത്തിന് വിസരണം സംഭവിക്കുകയും പ്രകാശത്തിന്റെ പാത വ്യക്തമാകുകയും ചെയ്യുന്ന ആ പ്രതിഭാസത്തിനെയാണ് നമ്മൾ ടിൻറ്റൽ എഫക്റ്റ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒന്നുകൂടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? അത് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവമാണ്. റെഡിയല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്:
ഓക്കെ. താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത്? എന്താ ക്ഷമത എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ആണ് അല്ലെ. ഏറ്റവും എഫിഷ്യൻസി ഉള്ള ക്ഷമത കൂടിയ ഇന്ധനം ഇതിലേതാണ്? കൃത്യമായിട്ടും വ്യക്തമായിട്ട് ഓർത്തു വെക്കുക, അത് ഹൈഡ്രജൻ ആണ്. എന്താണ്? ഹൈഡ്രജൻ ആണ് ഏറ്റവും ക്ഷമത കൂടിയത്. നോക്കണേ, നമ്മൾ എയറോപ്ലെയിനുകളിലും ജെറ്റ് വിമാനങ്ങളിലും ഒക്കെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂലുകളാണ് ഉപയോഗിക്കാറ്. ഏറ്റവും കൂടുതൽ ഇന്ധനക്ഷമതയുള്ളത്, ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള ഈ തന്നിരിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് അത് ഹൈഡ്രജൻ ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ക്ഷമതയുള്ള ഏതാ? ഏറ്റവും കുറവ് ക്ഷമതയുള്ളത് ബയോഗ്യാസ് ആണ്. ക്ലിയർ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പൊ ചോദ്യം ഇതാണ്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ത്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഉത്തരം ഏതാ? നോക്കണേ, അന്തരീക്ഷ അപവർത്തനം, പ്രതിപതനം, അതേപോലെ തന്നെ വിസരണം, പ്രകീർണനം. സോ ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാനാവണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളല്ല എന്ന് കൂടെ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. സോ ഉത്തരം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ അപവർത്തനമാണ്. സോ എന്താണ് അപവർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അപവർത്തനം? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞു പതിക്കുന്ന സമയത്ത് അവിടെ പ്രകാശത്തിനുണ്ടാകുന്ന ദിശാവ്യതിയാനത്തിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് വിളിക്കുന്നത്. എന്താ അപവർത്തനം? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു പ്രകാശിക സാന്ദ്രതയുള്ള മാധ്യമത്തിലേക്ക് ചെരിഞ്ഞു പതിയുന്ന സമയത്ത് പ്രകാശത്തിന്റെ ദിശയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വായു എന്ന് പറയുന്ന ഒരു മാധ്യമം എടുത്തു, താഴെ നമ്മൾ ജലം എന്ന് പറയുന്ന ഒരു മാധ്യമം എടുത്തു. ഇവിടെ വായുവിൽ നിന്നും ജലത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുകയാണ് എന്ന് വിചാരിക്കുക. എന്താ? വായുവിൽ നിന്നും ജലത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം എന്താ? പ്രകാശം ആ വന്നിരിക്കുന്ന അതേ പാതയിലൂടെ പോകുമെന്നാ നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ പ്രകാശത്തിന് അങ്ങനെ അതേ പാതയിലൂടെ പോകാൻ പറ്റുമോ? ഇല്ല. പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മാധ്യമത്തിലേക്കാണ് കയറുന്നത്. പ്രകാശം ചെരിഞ്ഞാണ് പതിക്കുന്നത്. സോ ചെരിഞ്ഞു പതിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ പ്രകാശത്തിന്റെ പാതയ്ക്ക് ഒരു ദിശാവ്യതിയാനം ഉണ്ടാകുന്നു, ഒരു മാറ്റം ഉണ്ടാകുന്നു, ഡയറക്ഷൻ മാറുന്നു. സോ ഈ ദിശാവ്യതിയാനത്തിനെയാണ് നമ്മൾ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു പ്രകാശിക മാധ്യമത്തിലേക്ക് ചെരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശത്തിന്റെ ദിശയ്ക്കുണ്ടാകുന്ന മാറ്റത്തിന്റെ വ്യതിയാനത്തിനെ നമ്മൾ പേരിട്ട് വിളിച്ചു. എന്താ വിളിച്ചത്? അപവർത്തനം. ക്ലിയർ അല്ലേ? സോ ഇവിടെ നമുക്ക് പറയാം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന അപവർത്തനമാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താ പ്രതിപതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ പ്രതിപതനം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു മിറർ എടുത്തു, ഒരു ദർപ്പണം എടുത്തു. ഈ ദർപ്പണത്തിലേക്ക് പ്രകാശം വന്ന് വീണാൽ എന്താ സംഭവിക്കുക? പ്രകാശം അതുപോലെ തന്നെ തിരിച്ചു വരും. പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ്, റിഫ്ലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രതിപതനം എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. എന്താ വിസരണം എന്ന് പറഞ്ഞാൽ? പ്രകാശം നമുക്കറിയാം ഓരോ കണികകളിൽ തട്ടിക്കഴിഞ്ഞാൽ പ്രകാശം ചിന്നിച്ചെതറാറുണ്ട്. അത്തരത്തിൽ പ്രകാശം ഓരോ കണികകളിലും അന്തരീക്ഷത്തിലെ കണികകളിൽ തട്ടി ചെതറുന്നത് കൊണ്ടാണ് നമുക്ക് ആകാശത്തിന് നീല നിറം കാണുന്നത്. സോ അത്തരത്തില് പ്രകാശരശ്മികള്, പ്രകാശത്തില് തരംഗദൈർഘ്യം കുറഞ്ഞ രശ്മികള് ഓരോ കണികകളിലും തട്ടി പ്രകാശം ഇങ്ങനെ പടരുന്നതിനെ, നീല നിറമാകുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചു? വിസരണം എന്ന് വിളിച്ചു. എന്തായി പ്രകീർണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രകാശത്തിനകത്ത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ നിറങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള നിറങ്ങളായിട്ട് ഘടകവർണ്ണങ്ങളായിട്ട് വിഭജിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രകീർണനം എന്ന് വിളിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസിന്റെ പ്രിസം എടുത്തു. ഈ ഗ്ലാസിന്റെ പ്രിസത്തിനകത്തേക്ക് നമ്മൾ പ്രകാശം കടത്തി വിട്ടു എന്ന് വിചാരിക്കുക. ഏത് പ്രകാശമാണ് കടത്തി വിട്ടത്? ധവളപ്രകാശം, വൈറ്റ് ലൈറ്റ് ഞാൻ കടത്തി വിട്ടു എന്ന് വിചാരിക്കുക. ഈ ധവളപ്രകാശത്തിൽ എന്തൊക്കെയുണ്ട്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ നിറങ്ങളുണ്ട്. സോ ഇവിടെ പ്രകാശത്തിന് പ്രതിപതനം സംഭവിക്കുമ്പോൾ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വിഭജിക്കപ്പെടും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ആയിട്ട് വിഭജിക്കപ്പെടും. അത്തരത്തില് ഒരു പ്രകാശം അയാളുടെ ഘടകവർണ്ണങ്ങളായിട്ട് വിഭജിക്കുന്നതിനെയാണ് നമ്മൾ പ്രകീർണനം എന്ന് വിളിക്കുന്നത്. സോ തന്നിരിക്കുന്നതിൽ ചോദ്യം എന്താണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം എന്താ? അത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന
അപവർത്തനമാണ്. എന്താ സംഭവിക്കുന്നത്? അപവർത്തനമാണ് സംഭവിക്കുന്നത് എന്നോർത്ത് വെക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താ അപവർത്തനം സംഭവിക്കാനുള്ള കാരണം? അന്തരീക്ഷത്തിനകത്ത് ഒരുപാട് പാളികളുണ്ട്. ഈ പാളികൾക്കൊക്കെ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുണ്ടാകും. സോ ഇവിടെ സൂര്യനിൽ നിന്നും പ്രകാശരശ്മികൾ വന്നു കഴിഞ്ഞാൽ അതിന് നിരന്തരം എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? ദിശാവ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം നിരന്തരം ദിശാവ്യതിയാനം സംഭവിച്ച് നമുക്ക് മിന്നിത്തിളങ്ങുന്നത് പോലെ തോന്നുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, അന്തരീക്ഷത്തിനകത്ത് നടക്കുന്ന അപവർത്തനം. ക്ലിയർ ആണോ? റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവ് എത്ര? എന്തായി ക്രിട്ടിക്കൽ കോണളവ് എന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്കറിയാം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്ന സമയത്ത് പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ജലം എന്ന് പറഞ്ഞ ഒരു മാധ്യമം എടുത്തു, മുകളിൽ ഞാൻ ഗ്ലാസ് എന്ന് പറഞ്ഞ മറ്റൊരു മാധ്യമം എടുത്തു. പ്രകാശം ജലത്തിൽ നിന്നും ഗ്ലാസ്സിലേക്ക് കടക്കുകയാണ് എന്ന് വിചാരിക്കുക. പ്രകാശം ജലത്തിൽ നിന്നും ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മൾ പറഞ്ഞു പ്രകാശം വന്ന് വീഴുന്ന ആ പോയിന്റിനെ നമ്മൾ പേര് കൊടുത്തു. പ്രകാശം വന്ന് വീഴുന്ന ആ പോയിന്റ് എന്താ പേര് കൊടുത്തത്? പതന ബിന്ദു. നോക്കണേ, ഈ പോയിന്റിനെ നമ്മൾ പതന ബിന്ദു എന്നാണ് വിളിച്ചത്. സോ ഈ പതന ബിന്ദുവിൽ വരക്കുന്ന ലംബത്തിനെ നമ്മൾ നോർമൽ എന്ന് വിളിച്ചു. എന്താ? പതന ബിന്ദുവിൽ വരക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 90 ഡിഗ്രിയിലുള്ള ഈ രേഖയെ നമ്മൾ ലംബം എന്ന് വിളിച്ചു. ഇവിടെ നമുക്കറിയാം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞു പതിക്കുകയാണ്. പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്. എന്ത് സംഭവിക്കണം? പ്രകാശത്തിന്റെ പാതയ്ക്ക് ദിശാവ്യതിയാനം സംഭവിക്കണം, അപവർത്തനം സംഭവിക്കണം. സോ ഇവിടെ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നു. പ്രകാശം അയാളുടെ പാത മാറിപ്പോകുന്നു. ഓർത്തു വെക്കുക, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുക കേട്ടോ. സോ ലംബത്തോട് അടുത്ത് ദിശാവ്യതിയാനം സംഭവിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? റെഡി. ഇനി ഇവിടെ നോക്കുക. ഇവിടെ ജലത്തിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഈ കോണളവ് നമ്മൾ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. ഏതാ ഈ കോണളവ്? ഈ കോണളവ് എന്ന് പറയുന്നത് വന്ന് വീണ പ്രകാശരശ്മിയും ലംബവും തമ്മിൽ ഉണ്ടാക്കുന്ന കോണളവാണ്. അതിനെ നമ്മൾ പതന കോണളവ് എന്നാണ് വിളിച്ചത്. സോ ഈ പതന കോണളവിന്റെ അളവ് നമ്മൾ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. പതന കോണളവ് നമ്മൾ വർദ്ധിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പതന കോണളവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രകാശരശ്മികൾ ഏതോ ഒരു കോണളവിലേക്ക് എത്തുന്ന സമയത്ത് പ്രകാശരശ്മികൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നതിന് പകരം ഇവര് ഈ സെപ്പറേഷനിലൂടെ രണ്ട് മാധ്യമങ്ങളെയും വിഭജിക്കുന്ന ആ തലത്തിലൂടെ, ആ മീഡിയം ഓഫ് സെപ്പറേഷനിലൂടെ കടന്നു പോകും. ആഹാ, എന്താ സംഭവം നോക്കണേ. ഇവിടെ വന്നു വീഴുന്ന പതനരശ്മി ഏതോ ഒരു ആംഗിളിലാണ് വന്നു വീഴുന്നതെങ്കിൽ ഇവിടെ അപവർത്തനം സംഭവിക്കുന്നതിന് പകരം വിഭജന തലത്തിലൂടെ പ്രകാശരശ്മികൾ കടന്നു പോകും. ആ വിഭജന തലത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ ആംഗിളിനെ, ഈ പതന കോണിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോണളവ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താ ക്രിട്ടിക്കൽ കോണളവ്? പ്രകാശിക സാന്ദ്രത കൂടുതലുള്ള ഒരു മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ ഒരു മാധ്യമത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇവിടെ ഗ്ലാസിൽ നിന്നും ഏത് മാധ്യമത്തിൽ നിന്നാ? ഇവിടെ ഗ്ലാസിൽ നിന്നും ജലത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. നോക്കണേ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക്, ഗ്ലാസിൽ നിന്നും ജലത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുകയാണെങ്കിൽ ഏതോ ഒരു ആംഗിളിൽ കൊടുത്തു വിടുമ്പോൾ ഇവിടെ പ്രകാശരശ്മികൾക്ക് അപവർത്തനം സംഭവിക്കുന്നതിന് പകരം അത് വിഭജന തലത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ആംഗിളിനെ, ഈ കോണളവിനെ, ഈ പതന കോണളവിനെ നമ്മൾ പേരിട്ട് വിളിച്ചു ക്രിട്ടിക്കൽ കോണളവ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ക്രിട്ടിക്കൽ കോണളവിനേക്കാളും കൂടിയ ആംഗിളിലാണ് പ്രകാശരശ്മികൾ വരുന്നതെങ്കിലോ? നോക്കണേ, ചോദ്യം ഇതാണ്. ക്രിട്ടിക്കൽ കോണളവിനേക്കാളും കൂടിയ കോണളവിലാണ് പ്രകാശരശ്മികൾ വരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ക്രിട്ടിക്കൽ കോണളവിനേക്കാളും കൂടിയ കോണളവിലാണ് പ്രകാശരശ്മികൾ വന്ന് വീഴുന്നതെങ്കിൽ മനസ്സിലാക്കി വെക്കാം, അവിടെ പൂർണ്ണാന്തര പ്രതിപതനമാണ് സംഭവിക്കുക. എന്താ സംഭവിക്കുക? ക്രിട്ടിക്കൽ കോണളവിനേക്കാളും, നോക്കണേ, ഇവിടെ പ്രകാശരശ്മികൾ ഗ്ലാസിൽ നിന്നും ജലത്തിലേക്ക് കടക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ക്രിട്ടിക്കൽ കോണളവിനേക്കാളും കൂടിയ കോണളവിൽ പ്രകാശരശ്മികൾ പതിച്ചു എന്ന് വിചാരിക്കുക. സോ ഇവിടെ വന്ന് പതിച്ചിരിക്കുന്നത് ക്രിട്ടിക്കൽ കോണളവിനേക്കാളും കൂടിയ കോണളവിലാണെങ്കിൽ പ്രകാശരശ്മികൾ വിഭജന തലത്തിലൂടെയും കടന്നുപോയില്ല, അപവർത്തനവും സംഭവിക്കില്ല. ഏത് മാധ്യമത്തിലേക്കാണോ വന്നത്, ഏത് മാധ്യമത്തിൽ നിന്നാണോ കയറിപ്പോകുന്നത്, അതേ മാധ്യമത്തിലേക്ക് എന്ത് ചെയ്യും? തിരിച്ചു വരും. ഇതിനെ നമ്മൾ എന്താ വിളിച്ചത്? പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിച്ചു. എന്താ?
പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കോണളവിനേക്കാളും കൂടിയ കോണളവിലാണ് പ്രകാശരശ്മികൾ വന്ന് വീഴുന്നതെങ്കിൽ അവിടെ അപവർത്തനം സംഭവിക്കുന്നതിന് പകരം പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ അതേ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മികൾ തിരിച്ചു പോകുന്ന പ്രതിഭാസത്തിനെ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് വിളിച്ചു. പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കണമെങ്കിൽ ഇവിടെയുള്ള പതന കോണളവ് ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കൂടുതലായിരിക്കണം. സോ ചോദ്യം അതൊന്നുമല്ല. ചോദ്യം ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് എത്രയാണ് എന്നുള്ളതാണ്. ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് SCRT തന്നിട്ടുള്ളത് 48.6 ഡിഗ്രിയാണ് എന്ന് ഓർത്ത് വെക്കാം. ക്ലിയർ ആണേ? നോക്കണേ, ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവ് എന്ന് പറഞ്ഞാൽ 48.6 ഡിഗ്രിയാണ്. എന്താ ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ജലത്തിൽ നിന്നും വായുവിലേക്ക് പ്രകാശരശ്മികൾ നമ്മൾ കടത്തി വിട്ടു എന്ന് വിചാരിക്കുക. ഇവിടെ വന്നു വീഴുന്ന പ്രകാശരശ്മിയായിട്ടുള്ള പതനരശ്മി ലംബവുമായിട്ടുണ്ടാക്കുന്ന കോണളവ് 48.6 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരും. ക്ലിയർ ആണോ? സോ ഈ ക്രിട്ടിക്കൽ കോണളവിനേക്കാളും 48.6 ഡിഗ്രിയേക്കാളും കൂടിയ കോണളവിൽ ജലത്തിൽ നിന്നും വായുവിലേക്ക് പ്രകാശരശ്മികളെ കടത്തിവിട്ടാൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നതിന് പകരം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരും. പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും. നമ്മളെ ചോദ്യം ഇവിടെ ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവ് എത്രയാണ് എന്നുള്ളതാണ്. അത് 48.6 ഡിഗ്രിയാണ് എന്ന് ഓർത്തു വെക്കാം. ക്ലിയർ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ ഓക്കെ നോക്കണേ. കേട്ടിട്ട് കാറ്റഗറി 1, 2, 3, 4 എന്നീ കാറ്റഗറികൾക്ക് എഡ്ഫിലില് എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്. സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ റെക്കോർഡഡ് ക്ലാസ്സസും പോപ്പ് പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ലൈവ് സെഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ പ്രിന്റഡ് ആയിട്ട് ഇൻ ഹാൻഡഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും എഡ്ഫിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ സോൾവ് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് മെന്റർഷിപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ പഠന നിലവാരം ട്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 1, 2, 3, 4 എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ വളരെ വേഗം എഡ്ഫിൽ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. റെഡിയാണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, വായുവിന്റെ സാന്ദ്രത എത്ര? എന്താ മക്കളെ ഈ സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് സാന്ദ്രത? നമുക്കറിയാം സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം അല്ലെങ്കിൽ മാസ് ബൈ വ്യാപ്തമാണ് അല്ലേ? ക്ലിയർ അല്ലേ? എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്, മാസ് ബൈ വ്യാപ്തമാണ്. എന്താ സാന്ദ്രതയുടെ യൂണിറ്റ്? മാസിന്റെ യൂണിറ്റ് നമുക്കറിയാം, അത് കിലോഗ്രാം ആണ്. വ്യാപ്തത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. മാസ് ബൈ വ്യാപ്തമായതുകൊണ്ട് SI യൂണിറ്റ് എന്ത് കിട്ടും? SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് യൂണിറ്റ് കിട്ടും. ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. വായുവിന്റെ സാന്ദ്രത എത്രയാണ്? വായുവിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1.3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വായുവിന്റെ സാന്ദ്രത 1.3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അടുത്ത ചോദ്യം നോക്കണേ. വായു ശൂന്യമായ അറയിൽ തൂവൽ, മരപ്പന്ത്, ഇരുമ്പുഗോളം എന്നിവ ഒരേ സമയം പതിക്കാൻ അനുവദിച്ചാൽ ഏറ്റവും വേഗതയിൽ തറയിൽ പതിക്കുന്നത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. എന്താ കേട്ടത്? വായു ശൂന്യം. എന്താ വായു ശൂന്യം എന്ന് പറഞ്ഞാൽ? ശൂന്യത അല്ലെങ്കിൽ വാക്വം. ശൂന്യത അല്ലെങ്കിൽ വാക്വത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുറേ വസ്തുക്കളെ താഴോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. സോ കുറേ വസ്തുക്കൾ ഇങ്ങനെ താഴോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. ഏതൊക്കെയാണ് ഡ്രോപ്പ് ചെയ്തത്? തൂവൽ, ഫെദർ എടുത്തു, മരപ്പന്ത്, മരത്തിന്റെ ഒരു പന്ത് എടുത്തു, ഇരുമ്പിന്റെ ഒരു പന്ത് എടുത്തു. എന്നിട്ട് ഒരേ സമയം പതിക്കുകയാണ്, താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണെങ്കിൽ ഇവരിൽ ആരാണ് ആദ്യം താഴേക്ക് പതിക്കുക എന്ന ചോദ്യം. നോക്കണേ, എന്തുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യ? ഗുരുത്വാകർഷണ ത്വരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗുരുത്വാകർഷണ ത്വരണം. എന്താ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറഞ്ഞാല്? ഗുരുത്വാകർഷണ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. ഗുരുത്വാകർഷണ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. എന്താ ഗുരുത്വാകർഷണ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ജി ഈസ് ഈക്വൽ ടു GM/R². എന്താ? G ഈസ് ഈക്വൽ ടു
GM ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ G എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ത്വരണമാണ്. സോ ഒരു വസ്തുവിനെ ഭൂമി അയാളുടെ കേന്ദ്രത്തിലേക്ക് താഴോട്ടേക്ക് ഒരു ബലം ഉപയോഗിച്ചുകൊണ്ട് താഴോട്ടേക്ക് വലിക്കുന്നുണ്ട്. ഏതാ ബലം? ഗുരുത്വാകർഷണ ബലം. സോ ഒരു വസ്തു ഗുരുത്വാകർഷണ ബലം മൂലം താഴോട്ടേക്ക് വരുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ത്വരണത്തിനെ, ആക്സിലറേഷനെ നമ്മൾ പേരിട്ട് വിളിച്ചു ഗുരുത്വാകർഷണ ത്വരണം. ആ ഗുരുത്വാകർഷണ ത്വരണം കാണാനുള്ള ഇക്വേഷൻ ആണ് G = GM / R സ്ക്വയർ. ഇവിടെ G എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റാ. അത് യൂണിവേഴ്സലാ, ലോകത്തല്ല, യൂണിവേഴ്സൽ അല്ല, പ്രപഞ്ചത്തിൽ എവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാലും അയാളുടെ വാല്യൂവിനൊരു മാറ്റവും ഇല്ല. M എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ ഭാരമാണ്, വസ്തുവിന്റെ ഭാരമല്ല. വസ്തുവിന്റെ ഭാരമല്ല, ഭൂമിയുടെ ഭാരമാണ്. R എന്ന് പറയുന്നത് എർത്തിന്റെ, ഭൂമിയുടെ റേഡിയസ് ആണ്. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കിയേ, ഇവിടെ എവിടെയെങ്കിലും നമ്മൾ എടുത്തിരിക്കുന്ന വസ്തുവിന്റെ ഭാരത്തിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. സോ നമ്മളിവിടെ ആനേനെ താഴോട്ടേക്ക് ഇട്ടാലും, നമ്മളിവിടെ ഉറുമ്പിനെ താഴോട്ടേക്ക് ഇട്ടാലും ശൂന്യതയിലൂടെയാണ്, വാക്വത്തിലൂടെയാണ് താഴോട്ടേക്ക് വിടുന്നതെങ്കിൽ അവർ രണ്ടുപേരും ഒരേ സമയത്താണ് നിലത്തേക്ക് എത്തുക. സോ ഓർത്ത് വെക്കാം, ഒരു വസ്തുവിനെ ഭൂമി അയാളുടെ കേന്ദ്രത്തിലേക്ക് താഴോട്ടേക്ക് വലിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്. സോ ഗുരുത്വാകർഷണ ബലം കൊണ്ട് താഴോട്ടേക്ക് പതിക്കുന്ന ഒരു വസ്തുവിന്റെ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് G = GM / R സ്ക്വയർ ആണ്. ഇവിടെ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, അതിന് മാറ്റമില്ല. M എന്ന് പറയുന്നത് ഭൂമിയുടെ ഭാരമാണ്, അതിനും മാറ്റമില്ല. R എന്ന് പറയുന്നത് ഭൂമിയുടെ റേഡിയസ് ആണ്. സോ നമുക്ക് പറയാം, ഇവിടെ എവിടെയും വസ്തുവിന്റെ മാസ് മെൻഷൻ ചെയ്തിട്ടില്ല. വസ്തുവിന്റെ മാസ് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ആനയെ താഴേക്ക് വിട്ടാലും ഉറുമ്പിനെ താഴേക്ക് വിട്ടാലും ശൂന്യതയുള്ള ഒരു അറയിലാണ് താഴേക്ക് വിടുന്നതെങ്കിൽ അവർ ഒരേ സമയം താഴോട്ടേക്ക് പതിക്കും. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. എന്താ ഓപ്ഷൻ? ഇരുമ്പുകോളാണോ ആദ്യത്തെ, മരപ്പന്താണോ, തൂവലാണോ? ഇവരൊന്നുമല്ല, എല്ലാവരും ഒരേ വേഗതയിൽ ഒരേ സമയത്ത് താഴേക്ക് എത്തും. ക്ലിയർ ആണോ? റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ്: ഘർഷണം കൂട്ടേണ്ട ആവശ്യമായി വരുന്ന സന്ദർഭം ഏതാണ്? UP സ്കൂൾ അസിസ്റ്റന്റ് 2010 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വാഹനങ്ങളുടെ ടയർ മിനുസമാകുമ്പോൾ. ഓപ്ഷൻ ബി നോക്കാം, പൽചക്രങ്ങൾ തിരിയാൻ തടസ്സം വരുമ്പോൾ. ഓപ്ഷൻ സി നോക്കാം, കപ്പി എളുപ്പത്തിൽ തിരിയാതെ വരുമ്പോൾ. ഓപ്ഷൻ ഡി, ഫാൻ കറങ്ങുമ്പോൾ ശബ്ദമുണ്ടാകുകയാണെങ്കിൽ. സോ ചോദ്യം ഇതാണ്: ഘർഷണം കൂട്ടേണ്ട ആവശ്യമായി വരുന്ന സന്ദർഭം ഏതാണ്? എന്താ ഘർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വസ്തുക്കൾ തമ്മിൽ ചലിക്കുന്ന സമയത്ത് അവരുടെ രണ്ട് പ്രതലങ്ങൾ തമ്മിൽ ആപേക്ഷികമായ ചലനം ഉണ്ടാകുന്ന സമയത്ത് ആ ചലനത്തിനെ എതിർക്കുന്ന, തടസ്സം നിൽക്കുന്ന ബലത്തിനെയാണ് നമ്മൾ ഘർഷണ ബലം എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഘർഷണ ബലം എപ്പോഴാണ് കൂടുക? നോക്കണേ, രണ്ട് പ്രതലങ്ങൾ എടുക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെ ആ രണ്ട് പ്രതലങ്ങളെ നോക്കുന്ന സമയത്ത് ആ രണ്ട് പ്രതലങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ നമുക്ക് പുറമേ നിന്നും നല്ല സ്മൂത്ത് ആണെന്ന് തോന്നുന്ന പല പ്രതലങ്ങൾ എടുത്തു കഴിഞ്ഞാലും മൈക്രോസ്കോപ്പിക്കലി അവർക്ക് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. സോ രണ്ട് പ്രതലങ്ങളെ നമ്മൾ തമ്മിൽ വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തമ്മിൽ നീങ്ങുന്ന സമയത്ത് ആപേക്ഷികമായ ചലനം ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ ചലനത്തിന് തടസ്സം ഉണ്ടാകാനുള്ള കാരണം എന്താ? ഈ ഉയർച്ച താഴ്ചകൾ തമ്മിൽ ലോക്കാവുന്നത് കൊണ്ടാണ്. സോ അത്തരത്തിലുള്ള ഇന്റർലോക്കിംഗ് കൊണ്ടാണ്, തടസ്സം കൊണ്ടാണ് ഇവിടെ ഘർഷണ ബലം ഉണ്ടാകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ചോദ്യം ഇതാണ്: ഘർഷണ ബലം കൂട്ടേണ്ട ആവശ്യമായി വരുന്ന സന്ദർഭം ഏതാ? നോക്കണേ, ഒരു വാഹനം റോഡിലൂടെ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. വാഹനത്തിന്റെ ടയർ അല്ലേ നമ്മുടെ റോഡുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത്. സോ വാഹനത്തിന്റെ ടയർ റോഡുമായി സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് അവിടെ തീരെ ഘർഷണ ബലം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റോഡിൽ നിന്നും വാഹനങ്ങൾ തെന്നി മാറും, തെന്നി നീങ്ങിപ്പോകും. സോ അവിടെ ഘർഷണം അത്യാവശ്യമാണ്. സോ അവിടെ ഘർഷണം കൂട്ടേണ്ടത് അത്യാവശ്യമല്ലേ? സോ നമുക്ക് പറയാം, വാഹനങ്ങളുടെ ടയർ തേയ്മാനം സംഭവിച്ച് മിനുസമാകുമ്പോൾ അവിടെ ഘർഷണം കൂട്ടേണ്ടതായിട്ടുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ ആണോ? മറ്റു ഓപ്ഷനുകൾ നോക്കാം. പൽചക്രങ്ങൾ തിരിയാൻ തടസ്സം വരുമ്പോൾ നമ്മൾ അവിടെ ഘർഷണം കൂട്ടുകയാണോ വേണ്ടത്? അല്ല, ഘർഷണം കുറയ്ക്കുക വേണ്ടത്. ഘർഷണം കുറക്കാൻ വേണ്ടി അവിടെ എന്താ ചെയ്യാൻ പറ്റുക? സ്നേഹകങ്ങൾ, ലൂബ്രിക്കൻസ് ചേർക്കാം. ഗ്രീസ്, ഓയിൽ പോലെയുള്ള ലൂബ്രിക്കൻസ് ചേർത്തുകൊണ്ട് പൽചക്രങ്ങളിലെ ഘർഷണം അല്ലെങ്കിൽ തടസ്സം നമുക്ക് കുറയ്ക്കാൻ പറ്റും. മൂന്നാമത്തെ ഓപ്ഷൻ, കപ്പി എളുപ്പത്തിൽ തിരിയാതെ വരുമ്പോൾ എന്ത് ചേർത്താൽ മതി? കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ എന്ന് പറയുന്നത് അവിടെ സ്നേഹകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്താണ്? സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നോക്കണേ. ഫാന് കറങ്ങുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ?
ഒന്നിക്കൽ അവിടെയുള്ള ഭാഗങ്ങൾ തമ്മിൽ ഒരയുമ്പോഴാണ് ശബ്ദമുണ്ടാകുക അല്ലേ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കാതാകുമ്പോഴാണ് ശബ്ദമുണ്ടാകുക. സോ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇവിടെ ഘർഷണ ബലം കൂട്ടേണ്ടതായിട്ടുള്ള അവസരം എന്ന് പറയുന്നത് ടയർ മിനുസമാകുമ്പോഴാണ്. അവിടെയാണ് അപകടങ്ങൾ ഉണ്ടാവുക. അവിടെ ഘർഷണമില്ലെങ്കിൽ സ്ലിപ്പായിട്ട് അപകടങ്ങൾ ഉണ്ടാവും. സോ അവിടെ ഘർഷണം കൂട്ടേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് ആരാണെന്നാണ് ചോദ്യം. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ് കേട്ടോ. ചോദ്യത്തിന്റെ ഉത്തരം എന്താ? റോമറാണ് ശരിയായ ഉത്തരം. ഇവിടെ നമ്മൾ ഇതിന്റെ അനുബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താ? പ്രകാശത്തിന് ശൂന്യതയിലൂടെയുള്ള വേഗത ഓർത്ത് വെക്കാം. പ്രകാശത്തിന് ശൂന്യതയിലൂടെയുള്ള വേഗത 3 × 10⁻8 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണ് അല്ലെങ്കിൽ വാക്വത്തിലൂടെയാണ് എന്ന് ഓർത്ത് വെക്കാം. ക്ലിയർ ആണോ? പ്രകാശം മറ്റു മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ വേഗതയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനനുസരിച്ചാണ് മാറ്റം വരുന്നത്? പ്രകാശിക സാന്ദ്രതയ്ക്കനുസരിച്ചാണ് കേട്ടോ. എന്താണ്? പ്രകാശിക സാന്ദ്രതയ്ക്കനുസരിച്ച് ഓരോ മാധ്യമത്തിലൂടെയുമുള്ള പ്രകാശത്തിന്റെ വേഗത വ്യത്യാസം ഉണ്ടാകും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും, ഒരു പ്രകാശിക സാന്ദ്രതയുള്ള മാധ്യമത്തിൽ നിന്നും മറ്റൊരു പ്രകാശിക സാന്ദ്രതയുള്ള മാധ്യമത്തിലേക്ക് ചിരിച്ചു പതിക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്കുണ്ടാകുന്ന ദിശാവ്യതിയാനത്തിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപവർത്തനമൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓർത്ത് വെക്കുക, പ്രകാശം വായുവിലൂടെയുള്ള അല്ലെങ്കിൽ ശൂന്യതയിലൂടെയുള്ള വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രകാശം ഒരു മാധ്യമത്തിലൂടെയുള്ള വേഗത എന്ന് പറയുന്നത് ആ മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രതയ്ക്ക് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് അനുസരിച്ചായിരിക്കും. ഓക്കെ, റെഡി ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഏതാണ്? തന്നിട്ടുള്ളവയിൽ പോസിറ്റീവ് ചാർജ് ഏതാ? ആൽഫ കണമാണ്. പോസിറ്റീവ് ചാർജ് ഉള്ളത് ആൽഫ കണമാണ്. നമ്മൾ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ആൽഫ പാർട്ടിക്കിളിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ആൽഫ പാർട്ടിക്കിൾ നമ്മൾ എങ്ങോട്ടേക്കാണ് സ്കാറ്റർ ചെയ്യിപ്പിക്കുന്നത്? ഒരു ഗോൾഡ് ഫോയിലിലേക്ക്, സ്വർണത്തിന്റെ ഫോയിലിലേക്ക് ആൽഫ പാർട്ടിക്കിളെ പോയിട്ട് ഇടിപ്പിക്കുന്ന എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ആൽഫ കണം അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണ് എന്ന് ഓർത്തു വെക്കാം. ക്ലിയർ ആണോ? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ ആണെങ്കിൽ അടുത്ത ചോദ്യം നോക്കണേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? കുറച്ചു മുന്നേ നമ്മൾ പ്രകാശിക സാന്ദ്രതയെ പറ്റി പറഞ്ഞു വെച്ചു അല്ലെ? എന്താ പ്രകാശിക സാന്ദ്രത? ഈ പ്രകാശിക സാന്ദ്രത എന്തിനെയൊക്കെയാ തീരുമാനിക്കുന്നത്? പ്രകാശം ഒരു മാധ്യമത്തിലൂടെ എത്ര വേഗതയിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രകാശിക സാന്ദ്രതയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും. അപ്പൊ ചോദ്യം ഇവിടെ എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡർ അല്ലെ? എന്താ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണെന്നാ. സോ തന്നിരിക്കുന്ന ആരൊക്കെയാ? ശൂന്യതയുണ്ട്, വജ്രമുണ്ട്, ജലമുണ്ട്, വായുവുണ്ട്. സോ നമുക്ക് ഇതിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രതയുള്ള ആള് വജ്രമാണ്. ഏതാണ്? വജ്രം. നോക്കണേ, പ്രകാശിക സാന്ദ്രത എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടേം കൂടെ നമ്മൾ ഇവിടെ ഓർത്ത് വെക്കണം. എന്താ അത്? അപവർത്തനാങ്കമാണ്. എന്താണ്? അപവർത്തനാങ്കം ഓർത്ത് വെക്കുക. അപവർത്തനാങ്കത്തിനെ നമ്മൾ n എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തത്. അപവർത്തനാങ്കം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടെ ഓർത്ത് വെക്കുക. n = c/v. എന്താണ്? n = c/v. c എന്ന് പറയുന്നത് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയാണ്. എന്താ c എന്ന് പറഞ്ഞാല്? ശൂന്യതയിലെ പ്രകാശവേഗത്തിനെയാണ് നമ്മൾ സി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താ v എന്ന് പറഞ്ഞാൽ? മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയാണ് നമ്മൾ v എന്ന് റെപ്രസെന്റ് ചെയ്യുക. മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗതയെ നമുക്ക് v എന്ന് റെപ്രസെന്റ് ചെയ്യാം. ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗതയെ നമ്മൾ c എന്ന് റെപ്രസെന്റ് ചെയ്തു. എന്താ ഇപ്പൊ ഈ അപവർത്തനാങ്കവും പ്രകാശിക സാന്ദ്രതയും തമ്മിലുള്ള ബന്ധം?
അപവർത്തനാങ്കം കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത ഒരു മാധ്യമത്തിന് കൂടുതലാണെങ്കിൽ ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കവും കൂടുതലായിരിക്കും. എന്താ ഓർത്ത് വെക്കേണ്ടത്? പ്രകാശിക സാന്ദ്രതയും അപവർത്തനാങ്കവും ഒരുപോലെയാണ്. പ്രകാശിക സാന്ദ്രത കൂടുതലുള്ള ഒരു മാധ്യമമാണെങ്കിൽ ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം എന്നും കൂടുതലായിരിക്കും. ചോദ്യം ഇവിടെ എന്താ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണ്? എന്തോർത്താൽ മതി? അപവർത്തനാങ്കം കൂടിയ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാലും ഒരേ ഉത്തരം തന്നെയാണ് വരിക. സോ ഇവിടെ അപവർത്തനാങ്കം അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് വജ്രത്തിനാണ്. ഓർത്ത് വെക്കാം, ഓർഡർ ഓർത്ത് വെക്കാം. വജ്രത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രതയുള്ളത്. പിന്നെ ആർക്കാ വരുന്നത്? തന്നിട്ടുള്ളതിൽ ജലത്തിനാണ്. ഓക്കെ, ജലം. പിന്നെ തന്നിരിക്കുന്നവയില് വായു, പിന്നെ ശൂന്യത. ക്ലിയർ ആണോ? സോ പ്രകാശം ഏറ്റവും വേഗത്തിൽ ഇതിലൂടെയാ സഞ്ചരിക്കുക. ആർക്കാണോ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവുള്ളത് അതിലൂടെയാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുക. സോ ശൂന്യതയിലാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവുള്ളത്, അതിലൂടെയാണ് ഏറ്റവും വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കുക. ഇനി വജ്രം എടുക്കുകയാണെങ്കിലോ, വജ്രത്തിന്റെ അപവർത്തനാങ്കം അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത വളരെ കൂടുതലാണ്. സോ പ്രകാശം വളരെ മെല്ലെ വജ്രത്തിലൂടെ സഞ്ചരിക്കുകയുള്ളൂ. സോ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം, പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് വജ്രത്തിനാണ്, പിന്നെ ജലം, പിന്നെ വായു, പിന്നെ ശൂന്യത. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, ഗ്ലാസിന്റെ പ്രകാശിക സാന്ദ്രത എവിടെ വരും? ഗ്ലാസിന്റെ പ്രകാശിക സാന്ദ്രത വജ്രത്തിന്റെയും ജലത്തിന്റെയും ഒക്കെ ഇടയിലായിട്ടാണ് വരിക. ക്ലിയർ ആണോ? സോ വജ്രത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത, പിന്നെ ഗ്ലാസിന്, പിന്നെ ജലത്തിന്, പിന്നെ വായു, പിന്നെ ശൂന്യത. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി പ്രകാശ വേഗതയാണ് ചോദിക്കുന്നതെങ്കിൽ ആർക്കാണോ പ്രകാശിക സാന്ദ്രത കൂടുതലുള്ളത് അതിലൂടെ പ്രകാശത്തിന്റെ വേഗത കുറവായിരിക്കും. സോ വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത കുറവായിരിക്കും എന്നുള്ള കാര്യം കൂടെ അതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണോ? സോ ഈ ഒരു ചോദ്യത്തിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പ്രകാശിക സാന്ദ്രതയും അപവർത്തനാങ്കവും തമ്മിലുള്ള ബന്ധം പഠിച്ചു. പ്രകാശിക സാന്ദ്രത കൂടുതലാണെങ്കിൽ അപവർത്തനാങ്കവും കൂടുതലായിരിക്കും. അപവർത്തനാങ്കത്തിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക, N=C/V. N എന്ന് പറയുന്നതാണ് അപവർത്തനാങ്കം, C ശൂന്യതയിലൂടെയുള്ള പ്രകാശ വേഗതയാണ്, V എന്ന് പറയുന്നത് ആ മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയാണ്. പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ അവിടെ അപവർത്തനാങ്കം കൂടുതലാണെങ്കിൽ ആ മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ അപവർത്തനാങ്കത്തിന്റെ ഓർഡർ കൂടെ ഓർത്ത് വെക്കുക, വജ്രത്തിന് വളരെ കൂടുതലും ശൂന്യതയ്ക്ക് വളരെ കുറവായിരിക്കും. ക്ലിയർ ആണോ? റെഡി ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നോക്കണേ, ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടാണ്, ചെറിയ കറണ്ടിന്റെ സാന്നിധ്യം പ്രസൻസും അതേപോലെ തന്നെ ഡയറക്ഷനും അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉപകരണം? കാൽവനോമീറ്റർ ആണോ, വാട്ട് അവർ മീറ്റർ ആണോ, വോൾട്ട് മീറ്റർ ആണോ, അല്ലെങ്കിൽ മീറ്റർ ആണോ? ഏതാ കറക്റ്റ് ആൻസർ വരിക? നമുക്കറിയാം അത് ഗാൽവനോമീറ്റർ ആണ്. ഏതാണ്? ഗാൽവനോമീറ്റർ ആണ് ആൻസർ വരിക. ഓർത്ത് വെക്കുക, അത് ഗാൽവനോമീറ്റർ ആണ്. അമ്മീറ്ററും കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കണേ, ഇവിടെയുള്ള അമ്മീറ്ററും നമ്മൾ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നേരിയ കറണ്ട് അല്ല, കുറച്ചുകൂടെ വലിയ കറണ്ട് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അമ്മീറ്റർ ഉപയോഗിക്കും. അതേസമയം നേരിയ കറണ്ട് ആണെങ്കിൽ, ചെറിയ കറണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്? ഗാൽവനോമീറ്റർ ആണ് എന്ന് ഓർത്ത് വെക്കാം. ക്ലിയർ ആണോ? വാട്ട് ഹവർ മീറ്റർ, ഈ വാട്ട് ഹവർ മീറ്റർ നമ്മൾ എവിടെയാ ഉപയോഗിക്കുക? വീടുകളിൽ കണ്ടിട്ടുണ്ട് അല്ലെ? കിലോ വാട്ട് ഹവർ മീറ്റർ ആണ് നമ്മൾ വൈദ്യുതിയുടെ ഉപയോഗം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വോൾട്ട് മീറ്റർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി, അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വോൾട്ട് മീറ്റർ. സോ ഇവിടെ ശരിയായ ഉത്തരം നേരിയ കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നേരിയ കറണ്ട് ആയതുകൊണ്ട് തന്നെ അത് ഗാൽവനോമീറ്റർ ആണ് ഉത്തരം വരിക എന്ന് കൃത്യമായും വ്യക്തമായിട്ടും മനസ്സിലാക്കി വെക്കാം. ക്ലിയർ അല്ലേ? സോ മറ്റു ഓപ്ഷനുകൾ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ. ഓക്കെ ആണോ? റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിനാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? നോക്കണേ, വൈദ്യുത ഉപകരണങ്ങളിൽ ഏതിനാണ് വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് കറണ്ട് ആണ്. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. നോക്കണേ, ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഏതിലാണ് എന്നാണ്? വൈദ്യുത മോട്ടോർ എടുക്കാം. എന്താ വൈദ്യുത മോട്ടോറിൽ സംഭവിക്കുന്നത്? നമുക്കറിയാം വൈദ്യുതോർജം എന്ന് പറയുന്നത് യാന്ത്രിക ഊർജമാക്കി മാറ്റുകയാണ്.
മോട്ടോറിൽ നമ്മൾ എന്താ കൊടുക്കുക? വൈദ്യുത ഊർജ്ജം കൊടുക്കും. വൈദ്യുത ഊർജ്ജം കൊടുത്തു കഴിഞ്ഞാൽ മോട്ടോർ എങ്ങനെ കറങ്ങാൻ തുടങ്ങും? യാന്ത്രിക ഊർജ്ജമായിട്ടാണ് മാറ്റം സംഭവിക്കുന്നത്. സോ ഇവിടെയുള്ള ഊർജ്ജ മാറ്റം എന്ന് പറയുന്നത്, വൈദ്യുതോർജ്ജം എന്ന് പറയുന്നത് യാന്ത്രികോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും, മാറ്റപ്പെടും. ക്ലിയർ ആണോ? റെഡി. ഇനി ഇവിടെ ജനറേറ്ററിനകത്തോ? ജനറേറ്ററിനകത്ത് എന്താ സംഭവിക്കുന്നത്? ജനറേറ്ററിനകത്ത് സംഭവിക്കുന്നത് എന്താ? നേരെ തിരിച്ചാലേ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ ഇവിടെ യാന്ത്രികോർജ്ജം തിരിച്ച് വൈദ്യുതോർജ്ജമാക്കപ്പെടുന്നു. ക്ലിയർ അല്ലേ? സോ എന്താ ജനറേറ്ററിൽ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറേറ്ററിൽ സംഭവിക്കുന്ന കാര്യം കൂടെ ഓർത്തു വെക്കാം. ഇവിടെ നമ്മൾ യാന്ത്രികോർജ്ജം കൊടുക്കുകയും നമുക്ക് യാന്ത്രികോർജ്ജം കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? വൈദ്യുതോർജ്ജം കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നോക്കണേ, മൂന്നാമത്തത് ലെഡ് ബൾബാണ്. ഈ ലെഡ് ബൾബിനകത്ത് നടക്കുന്ന ഊർജ്ജമാറ്റം എന്താ? ലെഡ് ബൾബിനകത്ത് നമുക്കറിയാം എന്താ സംഭവിക്കുക. നമ്മളിവിടെ ലെഡ് ബൾബാണോ LED ബൾബാണോ, ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ബൾബ് എന്ന് എടുക്കുകയാണെങ്കിൽ ബൾബിനകത്ത് എന്താ സംഭവിക്കുക? ബൾബിനകത്ത് നമുക്കറിയാം നമ്മൾ വൈദ്യുതോർജ്ജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? വൈദ്യുതോർജ്ജം കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രകാശോർജ്ജമായിട്ടാണ് മാറുക. എന്താ ബൾബിനകത്ത് എന്താ സംഭവിക്കുക? വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശം കിട്ടും. സോ പ്രകാശോർജ്ജമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ത് കൊടുക്കുമ്പോൾ? വൈദ്യുതോർജ്ജം കൊടുക്കുമ്പോൾ. സോ ഇവിടെയുള്ള ഊർജ്ജമാറ്റം മനസ്സിലാക്കിയില്ലേ? ഇനി താഴെ നോക്കാം. ഈ സുരക്ഷാ ഫ്യൂസിനകത്ത് എന്താ സംഭവിക്കുന്നത്? സുരക്ഷാ ഫ്യൂസിനകത്ത് നമുക്കറിയാം വൈദ്യുതി എന്ന് പറയുന്നത് താപമായിട്ടാണ് മാറുന്നത് അല്ലെ? നമുക്കറിയാം ഈ സുരക്ഷാ ഫ്യൂസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വീടുകളിലെ കറണ്ട് അധികമായിട്ട് വരുന്ന സമയത്ത്, ഓവർലോഡിങ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് കറണ്ട് നമ്മളുടെ സർക്യൂട്ടിലേക്ക് കയറുമ്പോൾ ആ സർക്യൂട്ടിലേക്ക്, നമ്മളുടെ വീടുകളിലെ അപ്ലയൻസസിലേക്ക്, ഡിവൈസുകളിലേക്ക് കറണ്ട് അടിച്ചു കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സുരക്ഷാ ഉപകരണമാണ് എന്ത്? ഫ്യൂസ് എന്ന് പറയുന്നത്. സോ ഈ സുരക്ഷാ ഫ്യൂസിന് എന്താ സംഭവിക്കുക? സുരക്ഷാ ഫ്യൂസ് ചൂടാവുകയും അത് മെൽറ്റ് ചെയ്ത് ഉരുകിയിട്ട് എന്ത് ചെയ്യും? ആ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. സോ മനസ്സിലാക്കി വെക്കാം, ഇവിടെ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സുരക്ഷാ ഫ്യൂസ്. ഏതാ കറക്റ്റ് ആൻസർ? നാലാമത്തേതാണ് കറക്റ്റ് ആൻസർ. സുരക്ഷാ ഫ്യൂസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ വൈദ്യുതി കൊടുക്കുകയും താപം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ആ താപം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഫ്യൂസ് വയർ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ വീടിനകത്തുള്ള അപ്ലയൻസസിനെ, ഉപകരണങ്ങളെ ഒക്കെ ലൈറ്റ്നിങ്ങിൽ നിന്നും അതേപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തുന്നു. ക്ലിയർ ആണോ? എന്താ സംഭവിക്കുന്നത്? ഓവറായിട്ട് കറണ്ട് വരികയാണ്, ആ കറണ്ടിനെ തടഞ്ഞു നിർത്തുകയാണ് നമ്മളുടെ സുരക്ഷാ ഫ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. AC യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഏതാണ്? എന്താ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയാണ് നമ്മൾ AC എന്ന് വിളിക്കുന്നത്. എന്താ? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയാണ് നമ്മൾ AC എന്ന് വിളിക്കുന്നത്. എന്താ DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടിനെയാണ് DC എന്ന് വിളിക്കുക. ഞാനൊരു സംശയം ചോദിക്കട്ടെ, എവിടെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് ഉപയോഗപ്പെടുത്തുന്നത്? നമുക്കറിയാം നമ്മളുടെ വീടുകളിലേക്ക് വരുന്നത് 220 to 230 വോൾട്ട് AC ആണ്. എന്താ വീടുകളിലേക്ക് വരുന്നത്? 220 to 230 വോൾട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് നമ്മുടെ വീടുകളിലേക്ക് വരുന്നത്. ആവർത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര ആവർത്തി? 50 ഹെർട്സ് ഉള്ള 220 മുതൽ 230 വോൾട്ട് വരെയുള്ള കറണ്ടാണ് നമ്മളുടെ വീടുകളിലേക്ക് എത്തുന്നത്. ഈ കറണ്ടിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാറുണ്ടോ? ഉണ്ട്. നമ്മളുടെ ചാർജറുകളിലെ, നമ്മുടെ ഫോണുകളിലുള്ള ചാർജറുകളിലൊക്കെ എന്താ സംഭവിക്കുന്നത്? AC ആണ് ഇവിടെ വരിക. നമ്മൾ എടുക്കുക ഏതാ? AC ആണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഈ AC എന്താക്കി മാറ്റുകയാണ്? DC ആക്കി, ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാം. ഇതാണ് നമ്മളുടെ ചാർജറിന്റെ ആ ബോക്സ് എന്ന് വിചാരിക്കുക അല്ലെ? ചാർജറിന്റെ ആ ബോക്സ് എന്ന് വിചാരിക്കുക. ഇവിടെ കേബിൾ വയർ ഉണ്ടാകും. ഈ കേബിൾ വയറിന്റെ അറ്റം നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യും. നമ്മളുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യും ചാർജ് ചെയ്യാൻ വേണ്ടി. സോ ഈ അഡാപ്റ്ററിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഈ അഡാപ്റ്ററിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC എന്ന് പറയുന്ന ആളെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC ആക്കി മാറ്റുന്നു. എങ്ങനെയാ മാറ്റുന്നത്? ഓർത്തു വെക്കാം. AC യെ DC ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെക്ടിഫയർ സർക്യൂട്ടുകളാണ് ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക? ഡയോഡുകളൊക്കെ അടങ്ങിയ റെക്ടിഫയർ സർക്യൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ട് ആക്കി മാറ്റുന്നത്. നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡാപ്റ്ററുകൾക്കകത്ത് ഉണ്ടാവുക ഇത്തരത്തിലുള്ള റെക്ടിഫയർ സർക്യൂട്ടുകളാണ്. ക്ലിയർ ആണെങ്കിൽ, കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ക്വസ്റ്റ്യൻ ഇതാണ്, വാഹനങ്ങളിലെ റിയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത് ഏതാണ്? റിയർ വ്യൂ മിറർ അല്ലെങ്കിൽ റിയർ വ്യൂ ദർപ്പണമായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. എന്താണ്? കോൺവെക്സ് ദർപ്പണമാണ്, കോൺവെക്സ് മിറർ ആണ് എന്നോർത്ത് വെക്കാം. ഒരിക്കലും നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് പറയാൻ പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും, എന്തായാലും ലെൻസ് അല്ല അല്ലേ. നോക്കണേ, വാഹനങ്ങളിൽ നമ്മൾ ലെൻസ് ആണോ ഉപയോഗിക്കുക? അല്ല, കണ്ണാടിയാണ്, നമുക്ക് ഉറപ്പാണ്. സോ വളരെ വേഗം നമുക്ക് ഈ ലാസ്റ്റ് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ഏതാ കറക്റ്റ് ആൻസർ? കോൺവെക്സ് ദർപ്പണമാണ്, കോൺവെക്സ് മിറർ ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? വാഹനങ്ങളിൽ ഉപയോഗിക്കുക. ഡെന്റിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ലെൻസ് മിറർ ഏതാന്ന് നമ്മൾ പഠിച്ചു അല്ലേ. നോക്കണേ, ഇവിടെ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന മിറർ അല്ലെങ്കിൽ ദർപ്പണം എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന, ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് ഏതാന്ന് നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചു. ഏതാണത്? കോൺകേവ് ആണ്. കോൺകേവ് ദർപ്പണമാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ചോദിച്ചത് റിയർ വ്യൂ മിറർ അല്ലെങ്കിൽ റിയർ വ്യൂ ദർപ്പണം. എന്താ? പുറകിലുള്ള വാഹനങ്ങളുടെ പുറകിലുള്ള കാഴ്ച കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിററുകൾ ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണം? ഏതാണ് ദർപ്പണം? അത് കോൺവെക്സ് ദർപ്പണമാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. മനുഷ്യന്റെ വീക്ഷണ സ്ഥിരത എന്താണ്? മനുഷ്യന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് 1/16 സെക്കൻഡ് ആണ് കേട്ടോ. നോക്കണേ, ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് 1/16 സെക്കൻഡോളം തങ്ങി നിൽക്കുന്നുണ്ട്. അതിനെയാണ് വീക്ഷണ സ്ഥിരത എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇതിന്റെ കൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രവണ സ്ഥിരതയാണ്. എന്താ? ശ്രവണ സ്ഥിരത കൂടെ ഓർത്തു വെക്കുക. മനുഷ്യ ചെവിയുടെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത് 1/10 സെക്കൻഡ് ആണ്. ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡും വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് 1/16 സെക്കൻഡ് ആണ് എന്നുള്ള കാര്യം കൃത്യമായും വ്യക്തമായിട്ട് ഓർത്തു വെക്കുക. സോ ഒരു ശബ്ദം നമ്മളുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്നത് 1/10 സെക്കൻഡ് ആണ്. ഈ 1/10 സെക്കൻഡിനുള്ളിൽ മറ്റൊരു ശബ്ദം നമ്മളുടെ ചെവിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് അതേ ശബ്ദമായിട്ട് തന്നെയാണ് നമ്മൾക്ക് കേൾക്കുക. അതേപോലെ തന്നെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് 1/16 സെക്കൻഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. എളുപ്പമല്ലേ? വീക്ഷണം 1/16, ശ്രവണം 1/10. റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ദ്വിതീയ വർണ്ണം ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഗേൾ ചിത്ര, ബ്യൂട്ടിഫുൾ ഗേൾ ചിത്ര, റൈഡിങ് ഗ്രീൻ യമഹ, റൈഡിങ് ഗ്രീൻ യമഹ, ബ്രേക്ക് റൈഡിങ് മങ്കി. എന്താണ്? ബ്രേക്ക് റൈഡിങ് മങ്കി. ബ്യൂട്ടിഫുൾ ഗേൾ ആയിട്ടുള്ള ചിത്ര, ബ്യൂട്ടിഫുൾ ഗേൾ ചിത്ര, റൈഡിങ് ഗ്രീൻ യമഹ, നല്ല ഗ്രീൻ യമഹ ഓടിച്ചുകൊണ്ട് ആര് പോവുകയാണ്? ചിത്ര പോവുകയാണ്. റൈഡിങ് ഗ്രീൻ യമഹ. ബ്രേക്ക് റൈഡിങ് മങ്കി, മങ്കിയെ കണ്ടതോടുകൂടി ബ്രേക്ക് ചെയ്തു. ആ കഥ ഓർത്ത് വെക്കുക കേട്ടോ. വളരെ സുന്ദരിയായ ചിത്ര ഓടിച്ചു പോകുന്നു ഗ്രീൻ യമഹ, ബ്രേക്ക് റൈഡിങ് മങ്കി. ബ്യൂട്ടിഫുൾ ഗേൾ ചിത്ര, റൈഡിങ് ഗ്രീൻ യമഹ, ബ്രേക്ക് റൈഡിങ് മങ്കി. ഓർത്ത് വെക്കാം. എന്താ അത്? ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സയൻ ഉണ്ടാകും. അതേപോലെ റെഡും ഗ്രീനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ യെല്ലോ ഉണ്ടാകും. ഇനി ബ്ലൂവും റെഡും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മജന്ത ഉണ്ടാകും. ഇത് ഓർത്ത് വെക്കുക. നോക്കണേ, ബ്ലൂവും ഗ്രീനും റെഡും, ബ്ലൂവും ഗ്രീനും റെഡും, RGB, റെഡും ഗ്രീനും ബ്ലൂവും അല്ലെങ്കിൽ ബ്ലൂവും ഗ്രീനും റെഡും. ഇതിന് നമ്മൾ പ്രാഥമിക വർണ്ണങ്ങൾ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കുന്നു. എന്താണ്? പ്രൈമറി കളേഴ്സ്. ഇനി ഏതൊക്കെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ? 2 പ്രൈമറി വർണ്ണങ്ങൾ, 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ ദ്വിതീയ വർണ്ണം എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ബ്ലൂവും ഗ്രീനും എന്ന് പറയുന്നത്, നീലയും പച്ചയും എന്ന് പറയുന്നത് പ്രാഥമിക വർണ്ണങ്ങളാ. ആ പ്രാഥമിക വർണ്ണം ചേർന്നുണ്ടാകുന്ന ഒരു ദ്വിതീയ വർണ്ണമാണ് സയൻ. മറ്റ് 2 പ്രാഥമിക വർണ്ണങ്ങളായിട്ടുള്ള റെഡും ഗ്രീനും കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു ദ്വിതീയ വർണ്ണമാണ് യെല്ലോ, മഞ്ഞ. ക്ലിയർ അല്ലേ? ഇനി ബ്ലൂവും റെഡും കൂടെ ചേർന്ന് 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന മറ്റൊരു ദ്വിതീയ വർണ്ണമാണ് മജന്ത. അപ്പൊ ചോദ്യം ഇതാണ്, ദ്വിതീയ വർണ്ണം ഏതാണ്? ഏതൊക്കെയാ ദ്വിതീയ വർണ്ണം? CYM. നോക്കണേ, CYM, സയൻ, യെല്ലോ, മജന്ത. ഇതാണ് ദ്വിതീയ വർണ്ണങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി കളേഴ്സ്. എന്താണ്? ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ CYM ആണ്. സയൻ ഉണ്ട്, മഞ്ഞയുണ്ട്, മജന്തയുണ്ട്. അപ്പൊ സയനും മഞ്ഞയും മജന്തയും ഒക്കെയാണ് സെക്കൻഡറി നിറങ്ങൾ. അപ്പൊ ഇതിൽ ഏതാണ് സെക്കൻഡറി വർണ്ണം അല്ലെങ്കിൽ ദ്വിതീയ വർണ്ണം? മഞ്ഞയാണ്
കറക്റ്റ് ആൻസർ. പച്ച, നീല, ചുവപ്പ് എന്ന് പറയുന്ന റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്നത് പ്രാഥമിക വർണ്ണങ്ങളാണ്. അതേസമയം CYM സയൻ, യെല്ലോ, മജന്ത എന്ന് പറയുന്നത് ദ്വിതീയ വർണ്ണങ്ങളാണ് എന്ന് ഓർത്ത് വെക്കാം. ക്ലിയർ അല്ലേ? ഓർത്ത് വെക്കാം. ബ്യൂട്ടിഫുൾ ഗേൾ ചിത്ര, റൈഡിങ് ഗ്രീൻ, യമഹ, ബ്രേക്ക് റൈഡിങ്, മങ്കി. എളുപ്പമല്ലേ? റെഡി ആണെങ്കിൽ അടുത്ത ചോദ്യം നോക്കണേ. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? നമുക്കറിയാം, ഊർജ്ജം നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനേ കഴിയുകയുള്ളൂ, ചേഞ്ച് ചെയ്യാനേ കഴിയുകയുള്ളൂ. ചോദ്യം ഇതാണ്, മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? മൈക്രോഫോൺ എന്താ? ഈ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ? മൈക്കാണ്, മൈക്രോഫോൺ ആണ്. സോ ഈ മൈക്രോഫോണിൽ എന്താണ് ഊർജ്ജ മാറ്റം സംഭവിക്കുന്നത്? എൻ്റെ ശബ്ദ ഊർജം എന്ന് പറയുന്നത്, ശബ്ദമാണ് ഞാൻ പുറത്തുവിടുന്നത്, എൻ്റെ ശബ്ദ ഊർജം എന്താക്കി മാറ്റുകയാണ്? ശബ്ദ ഊർജത്തിനെ ഇവര് വൈദ്യുത ഊർജമാക്കി മാറ്റുകയാണ്. വൈദ്യുതോർജമാക്കി കൈമാറ്റം ചെയ്യുന്നു, മാറ്റുന്നു. സോ ഓർത്ത് വെക്കാം, ഇവിടെ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. മൈക്രോഫോണിൽ എന്താ സംഭവിക്കുന്നത്? ശബ്ദോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ നോക്കണേ. വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു, അതാണോ സംഭവിക്കുന്നത്? അല്ല. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു, അതാണോ സംഭവിക്കുന്നത്? അല്ല. നോക്കണേ, വൈദ്യുതോർജം ശബ്ദോർജമായിട്ട് മാറുന്നു, ആണോ? അല്ല. മൈക്രോഫോണിൽ സംഭവിക്കുന്നത് എന്താ? ശബ്ദോർജം എന്ന് പറയുന്നത് വൈദ്യുത ഊർജമായിട്ട് മാറ്റം ചെയ്യപ്പെടുകയാണ്, കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ക്ലിയർ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആണോ? റെഡി. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവും അല്ലാത്ത വസ്തു ഏതാണ്? താപചാലകം എന്ന് പറഞ്ഞാൽ എന്താ? താപത്തിനെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് താപചാലകം എന്ന് വിളിക്കുന്നത്. വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കളെ വൈദ്യുത ചാലകം എന്നും വിളിക്കുന്നു. സോ ഇവിടെ പറയുന്നത് താപത്തിനെ കടത്തിവിടുകയും നല്ലൊരു താപചാലകമാവുകയും അതേസമയം വൈദ്യുതി ചാലകവും അല്ലാത്തത്. സോ ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, സോറി ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ബട്ട് നോട്ട് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് താപം കടത്തിവിടുന്നുണ്ട്, അതേസമയം വൈദ്യുതി കടത്തിവിടാത്ത ആളേതാണ്? കൃത്യമായിട്ട് ഓർത്ത് വെക്കാം, അത് സിൽവർ ആണ്. എന്താണ്? സിൽവർ ആണ് കറക്റ്റ് ആൻസർ. റെഡിയാണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്, അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏത്? യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് ഏത് യൂണിറ്റ് കൊണ്ടാ? മീറ്റർ കൊണ്ടാണോ? അല്ല. മീറ്റർ എന്ന് പറയുന്നത് ദൂരത്തിന്റെ യൂണിറ്റാ. ഗ്രാം ആണോ? അല്ല. ഗ്രാം എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റാ. സെന്റിമീറ്റർ ആണോ? സെന്റിമീറ്റർ എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് ആണ്. സോ തന്നിരിക്കുന്നവയിൽ അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ മർദ്ദം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലി ബാർ ആണ് കേട്ടോ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മില്ലി ബാർ. എന്താണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, മില്ലി ബാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? എന്താ ചോദ്യം? ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇൻഡക്റ്റൻസ്? ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ് കേട്ടോ. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ്. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ്. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ് എന്നോർത്ത് വെക്കാം. എളുപ്പമല്ലേ? എന്താ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡക്ടറിലൊക്കെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാകുന്ന തടസ്സത്തിനെയാണ് ഇൻഡക്റ്റൻസ് എന്ന് വിളിച്ചത്. അയാളുടെ യൂണിറ്റ് ഹെൻറി ആണ്. കപ്പാസിറ്ററിന്റെ SI യൂണിറ്റ് ഫാരഡ് ആണ്. ക്ലിയർ അല്ലേ? ചോദ്യം ഇൻഡക്റ്റൻസിന്റെ SI യൂണിറ്റ് ഏതാണ് എന്നാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഹെൻറി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓം എന്ന് പറയുന്നത് ഏതിന്റെ യൂണിറ്റാ? റെസിസ്റ്റൻസിന്റെ, പ്രതിരോധത്തിന്റെ SI യൂണിറ്റ് ആണ് എന്ത്? ഓം. ആംപിയർ. എന്താ ആംപിയർ എന്ന് പറഞ്ഞാൽ? വൈദ്യുത പ്രവാഹത്തിന്റെ, കറണ്ടിന്റെ SI യൂണിറ്റ് ആണ് ആംപിയർ. സോ ഇവിടെ ഇൻഡക്റ്റൻസിന്റെ SI യൂണിറ്റ് ഹെൻറി, ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്, ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ്, ആംപിയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആണ്. ഓക്കെ ആണോ? വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആണ് ആംപിയർ. ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഓം എന്ന് പറയുന്നത് പ്രതിരോധത്തിന്റെ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഡയോഡിന്റെ ധർമ്മം എന്താണ്? എന്താ ഈ ഡയോഡിന്റെ പണി എന്നാ ചോദിക്കുന്നത്. ഡയോഡിന്റെ പണി എന്താ? കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചു വെച്ചു. റെക്ടിഫിക്കേഷൻ സർക്യൂട്ടുകളിൽ ഡയോഡുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോ ഡയോഡിന്റെ ധർമ്മം എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ ആണ്. AC യെ, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ DC ആക്കി മാറ്റലൊക്കെയാണ്. ക്ലിയർ ആണോ?
ഓക്കെ ആണോ? റെഡി. ഇനി വൈദ്യുതി സംഭരിച്ചു വെക്കൽ ആരുടെ പണിയാ? കപ്പാസിറ്ററിന്റെ പണിയാ. ആംപ്ലിഫിക്കേഷൻ ആരുടെ പണിയാ? ആംപ്ലിഫയേഴ്സിന്റെ പണിയാ. ഓസിലേഷൻ നോക്കണേ, LC ഓസിലേഷൻ ഒക്കെ പഠിച്ച് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓസിലേഷൻ അല്ല, ആംപ്ലിഫിക്കേഷൻ അല്ല, വൈദ്യുതി സംഭരിച്ചു വയ്ക്കലല്ല. എന്താണ്? റെക്ടിഫിക്കേഷൻ ആണ്. AC യെ DC ആക്കി മാറ്റലാണ് ഡയോഡിന്റെ ധർമ്മം. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതാണ്? ഗ്ലിസറിൻ ആണല്ലേ. ഗ്ലിസറിൻ ആണ് സാന്ദ്രത കൂടുതലുള്ളത്. സോ ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം ഏൽക്കുന്നത് അല്ലെങ്കിൽ ഏൽപ്പിക്കുന്നത് ആരാണ്? ഗ്ലിസറിൻ ആണ്. കൺഫ്യൂസ്ഡ് ആവരുത്. ഉപ്പുവെള്ളം എന്ന് സംശയം ഉണ്ടാകാം. ഉപ്പുവെള്ളത്തിനേക്കാളും സാന്ദ്രത കൂടിയ ആളാണ് ഗ്ലിസറിൻ. സോ ഗ്ലിസറിൻ ആണ് കൂടുതൽ പ്ലവക്ഷമ ബലം കൊടുത്തുകൊണ്ട് ഒരു വസ്തുവിനെ ഉയർത്തുക എന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ചോദ്യം ഇതാണ്. ഓക്കെ, ചോദ്യങ്ങൾ അവസാനിച്ചു. സോ നമ്മൾ അവസാനത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്തത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓർഡർ ഓർത്ത് വെക്കാം. ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം ഉള്ളത്? ഗ്ലിസറിൻ ആണ്. പിന്നെ ഉപ്പുവെള്ളം, പിന്നെ ജലം, പിന്നെ മണ്ണെണ്ണ. മണ്ണെണ്ണയ്ക്കാണ് ഏറ്റവും കുറവ് സാന്ദ്രതയുള്ളത്. സോ മണ്ണെണ്ണയായിരിക്കും ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം മുകളിലോട്ടേക്ക് കൊടുക്കുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. LP UP എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് വളരെ വേഗം എഡ്വിൽ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ താങ്ക് യു വൺ ആൻഡ് ഓൾ.